അത് ഞാൻ പറയാമല്ലോ. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് ബീഹാറിൽ പുതിയതായ ഒരു അംബേദ്കർ ചിത്രം ഞാൻ കണ്ടു. അപ്പൊ അംബേദ്കറിന്റെ സ്വാധീനം RSS അധികാരത്തിൽ വന്നതിന് ശേഷം അംബേദ്കറിന്റെ ആശയപരമായ പിന്തുണയും അദ്ദേഹത്തിന്റെ സംഘടനാ നിർദ്ദേശങ്ങളും ഈ ഫാസിസത്തെ തോൽപ്പിക്കാൻ ഗാന്ധിയുടെയും കാൾ മാർക്സിന്റെയും നെഹ്റുവിനെയും പോലെ ആവശ്യമാണെന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ അത് പ്രകടമാണ്, വളരെ കൃത്യമാണ്. അപ്പൊ അതാണ് ഞാൻ ഈ പറയുന്ന പോലെ ആസാദിനെയൊക്കെ UP അവർ പിന്തുണയ്ക്കുന്നതും. നിരവധി ദളിത് ലീഡർമാരെ കോൺഗ്രസിലേക്ക് പുതുതായി കൊണ്ടുവന്നിട്ടില്ലേ? അംബേദ്കറേറ്റ് അല്ലെങ്കിലും ഗുജറാത്തിൽ യൂണാവോ ശേഷം അദ്ദേഹം അംബേദ്കർ ആയിട്ടായിരുന്നില്ല, എന്നാലും കൊണ്ടുവന്നില്ലേ കോൺഗ്രസ്? ഞാൻ അത് നിഷേധിക്കുന്നില്ല. ചെറിയാൻ, താങ്കൾ പറയുന്നത് ശരിയാണ്. കോൺഗ്രസിന്റെ പുതിയ ഐക്യമുന്നണി തന്ത്രത്തിൽ തീർച്ചയായും ആദിവാസി ദളിത് നേതാക്കളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ നഷ്ടപ്പെട്ട ആ സ്വാധീനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അവരോട് യോജിക്കുന്നയാളാണ്. പക്ഷെ കേരളത്തിൽ ഈ വൈക്കം സംവരണ മണ്ഡലത്തിൽ സഖാവ് ആശ എന്ന CPI സ്ഥാനാർത്ഥിക്കെതിരായിട്ട് സണ്ണി കപ്പിക്കാടിനെ കൊണ്ടുവരുന്നത് അത്ര മഹനീയമായ ഒരു രാഷ്ട്രീയ നീക്കമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സണ്ണി കപ്പിക്കാടിനെ എന്തിനാ പറയണ്ടേ, അടുത്ത് നമ്മുടെ ഏറ്റുമാനൂരോ തൊട്ടടുത്ത ഏറ്റുമാനൂര് നിർത്താമല്ലോ, പാലയിൽ നിർത്താം. അപ്പൊ അത്തരത്തിലുള്ള മഹനീയ ഉദ്ദേശമൊന്നുമല്ല. ഈ സണ്ണി കപ്പിക്കാടിന് പുലയ സമുദായത്തിൽ നിന്ന് കൃത്യമെടുത്ത് പറയുകയാണ്. അത് ജാതി പറയുന്നതല്ല. അദ്ദേഹം പുലയ സമുദായത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, ബുദ്ധിജീവിയാണ്, പബ്ലിക് സ്പീക്കറാണ്, ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ സംവരണ മണ്ഡലത്തിൽ കൊണ്ട് നിർത്തുന്നത് വേറൊരു സംവരണ വിഭാഗത്തിൽപ്പെട്ട ദളിത് ആശ എന്ന കമ്മ്യൂണിസ്റ്റുകാരിയെ തോൽപ്പിക്കാനാണ്. അപ്പൊ താങ്കൾ പറയുന്ന അതിരിക്കട്ടെ സർ, ഇങ്ങനെയുള്ളിടത്ത് തെരഞ്ഞെടുപ്പിൽ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കാൻ പറ്റുന്ന ഒരാളെ നിർത്തുക എന്നുള്ളതാണ് പക്ഷെ അതിനകത്ത് തന്നെ സണ്ണി കപ്പിക്കാടിനെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യുന്നു കോൺഗ്രസിനെ പോലെ. തീർച്ചയായിട്ടും ഞാൻ നല്ലതല്ലെന്നല്ല പറഞ്ഞത്, പ്ലീസ് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് നല്ലതായിട്ട് കാണുന്നു, നല്ല കാര്യം. തീർച്ചയായിട്ടും അത് കോൺഗ്രസ് അല്ല, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏത് സംഘടനയും ദലിതർക്ക് അവകാശപ്പെട്ട നേതൃസ്ഥാനം കൊടുക്കണം, അധികാരത്തിൽ അവർക്ക് പൂർണ്ണ പങ്ക് കൊടുക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഈ നീക്കം തികച്ചും തെരഞ്ഞെടുപ്പ് നീക്കമാണ്. ഗാന്ധിയെയും നെഹ്റുവിനെയും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു അംബേദ്കറൈറ്റ് നേതാവിനെ, അതിന്റെ പേരിൽ കേരളം അറിയപ്പെടുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ഗാന്ധി വിമർശനമാണ് അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നെഹ്റു വിമർശനമാണ്, അദ്ദേഹത്തിന്റെ മാർക്സ് വിമർശനമാണ് അദ്ദേഹത്തെ കേരളത്തിൽ പോപ്പുലർ ആക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന അത് നല്ല കാര്യം തന്നെ. ഇനി അത്തരത്തിൽ ഒരു സതുദ്ദേശമൊന്നും ഇല്ലെങ്കിലും നല്ലത് തന്നെ. കേരളം അറിഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഞാനും താങ്കളും അടക്കം ഒരു സണ്ണി കപ്പിക്കാടിനെ. ഞാനതിനെ കാണുന്നത് കോൺഗ്രസിന്റെ അന്തർലീനമായ ഡെമോക്രാറ്റിക് സ്പിരിറ്റ് ആണ്. അത് ആയിക്കോട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്നു ഞാൻ. കേരളത്തിലെ കോൺഗ്രസിനെ കഴിയുന്നുള്ളതാണ്. സണ്ണി കപ്പിക്കാട് താങ്കൾക്ക് അറിയുന്ന കോൺഗ്രസ് നേതാക്കളോട് ഇദ്ദേഹത്തെ മാറ്റി ഏറ്റുമാനൂരിലേക്കൊന്ന് മാറ്റാൻ പറയുമോ? ഒന്നും മാറ്റാൻ പറയുമോ? ഒരു സവർണ അപ്പൊ അങ്ങനെ അത്ര കോൺഗ്രസിന്റെ മഹാമനസ്കതയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അതിന് ജനാധിപത്യം വന്നാൽ നല്ലത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സണ്ണി കപ്പിക്കാടിന്റെ ഇതാണ് പ്രശ്നം നാട്ടില്. ഇത് നിങ്ങൾ എക്സൈറ്റഡ് ആകുന്ന എന്തിനാണ് സർ? എക്സൈറ്റഡ് ആവുന്നോ? ഏറ്റവും പാഷനായിട്ടുള്ള കാര്യങ്ങളിൽ എക്സൈറ്റഡ് ആവും, അതല്ലാത്തതാണ് കാപട്യം. എക്സൈറ്റഡ് ആവുന്നത് എല്ലാവരും പിന്നെ പാർട്ടിസാൻ ആയതുകൊണ്ടല്ല. ഇങ്ങനൊരു സജഷൻ വന്നത് നല്ല കാര്യം. അത് കോൺഗ്രസിന്റെ മഹാമനസ്കതയാണെന്ന് ഞാൻ സമ്മതിക്കില്ല. താങ്കൾ എത്ര എന്റെ അടുത്ത സുഹൃത്തായാൽ പോലും അത് കോൺഗ്രസിന്റെ മഹനീയമായ ഒരു മഹാമനസ്കതയല്ല, നമ്മളുടെ ഡെമോക്രസിയുടെ ഒരു പുതിയ മുഖം ഞാൻ കാണുന്നു. അപ്പൊ കരുണാകരൻ ചെയ്തതോ? ടി കെ സി വടുതലയെ മത്സരിപ്പിച്ചൊന്നും മഹാമനസ്കതയല്ലേ? അന്നേ കോൺഗ്രസിലുണ്ടല്ലോ. എത്രയോ പന്തളം സുധാകരനെ മുന്നോട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ? കുട്ടപ്പനെ കൊണ്ടുവന്നത്, ബാലകൃഷ്ണനെ കൊണ്ടുവന്നത്. ഇത് മഹാമനസ്കതയോ ദയാദാക്ഷിണ്യോ അല്ല, ഇത് ജനാധിപത്യത്തിന്റെ ഒരു
പുതിയ മുഖമായിട്ടാണ് ഞാൻ കാണുന്നത്. പുതിയ മതമില്ല, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കൾ ഒരു ജനാധിപത്യ, അതെ, അതാ വ്യത്യാസമുണ്ട്. നമ്മൾ അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിലല്ലേ ചർച്ചയ്ക്ക് അർത്ഥമുള്ളൂ. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന് വേണ്ടിയാണല്ലോ. അതെ, തെരഞ്ഞെടുപ്പ് തന്ത്രം ജനാധിപത്യത്തിനാവണമെന്നില്ല, തെരഞ്ഞെടുപ്പ് തന്ത്രവും മതവും ജനാധിപത്യത്തിന് നിരക്കണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരാളെ കൺസിഡർ ചെയ്യുന്നുള്ളത് നല്ല കാര്യം തന്നെ, വളരെ നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം. ആര് ചെയ്താലും. പക്ഷെ ഇതിന് നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട് ചെറിയാൻ. താങ്കൾ ഡൽഹിയിൽ ഇരിക്കുന്നതിന്റെ വൈരുദ്ധ്യങ്ങൾ. രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഏത് സൈഡ് വൈരുദ്ധ്യം? സണ്ണി കബക്കാടിനെ താങ്കൾ പറയുന്ന അദ്ദേഹം പുലയ സമുദായത്തിൽ നിന്നാണ്. ആ സമുദായത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്സ്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒക്കെ ഒരു പൊതുസമൂഹത്തിൽ കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടോണിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വന്നെങ്കിൽ അതെനിക്ക് അറിഞ്ഞൂടാ. മാറിയാൽ അദ്ദേഹം അല്ലാതാവും ചിലപ്പോ. അതുകൊണ്ട് അദ്ദേഹം വല്ലാതെ മാറിയാൽ അദ്ദേഹം ഗാന്ധിയെയും നെഹ്റുവിനെയും കോൺഗ്രസിന്റെയും ഫോളോവർ ആവണമെങ്കിൽ അദ്ദേഹം അല്ലാതാവും. പുലയ വോട്ടുകളും ദളിത് വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടുകയില്ല. അതും വളരെ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ പോയിട്ട് ഞാൻ നെഹ്റുവിനെയും ഗാന്ധിയെയും അല്ലെങ്കിൽ ഒക്കെ എതിരെ പ്രസംഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോറം ആണോ അത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ചെറിയാൻ സണ്ണി ഈ ഓഫർ നിരസിക്കുമെന്നാണ് എന്റെ അറിവ് പറയുന്നത്. കാരണം സണ്ണിക്ക് ഇതുവരെ ഉണ്ടാക്കിയ അദ്ദേഹം 60 വയസ്സോളം, 55 വയസ്സ്, 60 വയസ്സ് ഉണ്ടാവണം, ഇതുവരെ അദ്ദേഹം കേരളത്തിൽ ഉണ്ടാക്കിയ പ്രതിച്ഛായയും അദ്ദേഹത്തിന്റെ പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം UDF ഗവൺമെന്റിൽ. പിന്നെ വിജയസാധ്യതയില്ലാത്ത മണ്ഡലമാണ് ചെറിയാൻ. അദ്ദേഹത്തെ ജയിപ്പിക്കണമെങ്കിൽ വിജയസാധ്യതയുള്ള കോൺഗ്രസിനും ലീഗിനും സ്വാധീനമുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ട്. വൈക്കം LDF തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നല്ല കാര്യം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ആര് ചെയ്താലും CPM ചെയ്യേണ്ടതാണ്. പക്ഷേ CPM നിരവധി ആളുകളുണ്ട്. K രാധാകൃഷ്ണൻ അവരുടെ ഏറ്റവും ശക്തിയുള്ള നേതാവായി, സ്പീക്കറായി നിൽക്കുന്നു. അദ്ദേഹം മാറില്ല. ഇപ്പൊ CPM അങ്ങനെ പ്രത്യേകിച്ച് ദളിത് ബുദ്ധിജീവികൾ അവതരിപ്പിച്ച് വോട്ട് മേടിക്കേണ്ട കാര്യം ഇന്ന് അവിടെ തിരുവനന്തപുരം കേരളത്തിലില്ല. പക്ഷെ കോൺഗ്രസ് ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷേ ഇതിനൊരു വില കൊടുക്കേണ്ടി വരും സണ്ണിക്കുന്നുള്ളത് എന്നേക്കാൾ നല്ലോണം സണ്ണിക്ക് അറിയുന്നതാണ്. എന്നേക്കാൾ എത്രയോ ബുദ്ധിയും വിവരവും ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്, രാഷ്ട്രീയത്തിൽ പ്രധാനമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നല്ല കാര്യം. സണ്ണി കപ്പിക്കാട് സതീശനെ സ്വാധീനിക്കുകയാണെങ്കിൽ അതിൽ പരം ആഹ്ലാദിക്കുന്ന ഒരാള് എനിക്ക് സതീശനും സണ്ണി കപ്പിക്കാടും തമ്മിലുള്ള ബുദ്ധിപരമായ ഒരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഫാസിസത്തിനെതിരായ ഏറ്റവും വലിയ ശക്തിയായിരിക്കില്ലേ? മോഡിയെ എന്തായാലും അപ്പോൾ രണ്ടുപേരും ചില ക്ലൈം ഡൗൺസ് നടത്തേണ്ടി വരും. അതാണ് പൊതുസമൂഹം ഇവരോട് രണ്ടുപേരോടും ആവശ്യപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, താങ്കൾ ഞങ്ങളുടെ സബാൾട്ടൻ സ്റ്റഡീസിനെ കുറിച്ച് ഡൽഹിയിൽ ഒരു ജോക്കുണ്ട്. ഇത് തുടങ്ങി വെച്ചത് JNUലാണ്. അത് തുടങ്ങി വെച്ച മിക്ക ആൾക്കാരും ബ്രാഹ്മണരോ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റോ ആയിരുന്നു. അവർ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ തന്നെ വളരെ ആശ്ചര്യപ്പെടുകയാണ്. ആശ്ചര്യപ്പെടുന്നില്ല. അത് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യവും ചിന്തിക്കാനുള്ള അവസരങ്ങളും സവർണ ജാതിയിൽ ജനിച്ചത് കൊണ്ട് കിട്ടി. അവർ ദളിതരായിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരാണ്? കമ്മ്യൂണിസ്റ്റുകാരെല്ലാം തൊഴിലാളി വർഗത്തിൽ നിന്നാണോ? അല്ലല്ലോ. അവർ ജനിച്ച് ലെനിൻ ആയിരുന്നില്ലല്ലോ. അതൊരു ന്യായമല്ല. സവർണരാണ് ദളിത് സബാൾട്ടൻ സ്റ്റഡീസ് തുടങ്ങിയതെന്നുള്ളത് കൊണ്ട് ദളിതുകൾ അവർക്ക് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ഇത് മാവോയിസം പോലെ എന്ത് അൾട്രാ വ്യൂസ് ഈ കാര്യത്തിൽ എടുക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു ഐഡിയോളജിക്കും നല്ലതല്ല. അത് വേറെ കാര്യം. അത് താങ്കളുടെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ കാഴ്ചപ്പാട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഈ സ്ഥാനാർത്ഥിത്വം ഞാൻ കാണുന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ഈ നമ്മുടെ സ്റ്റാഫ് റിയാലിറ്റീസ് മനസ്സിലാക്കാനുള്ള വേറൊരു അവസരമായിരിക്കും. അങ്ങനെ ആകട്ടെ. കോൺഗ്രസിനും അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ചൈനീസ് ഭാഷയിൽ വിൻ സിറ്റുവേഷൻ ആകട്ടെ. വിൻ സിറ്റുവേഷൻ. സണ്ണിക്കും വിൻ, സതീശനും വിൻ. അങ്ങനെ ആകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാസിസത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അതൊരു വലിയ മുതൽക്കൂട്ടാവും.
ശരിയാണ്. അങ്ങനെ ആവട്ടെ സർ. താങ്ക് യു സർ. 1 മണിക്കൂറായി, ഇന്ന് മതി സർ. ഓക്കെ.